അതുല്യയുടെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. തെക്കും ഭാഗം SHOയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല. അതുല്യയുടെ ഭർത്താവ് സതീഷിനെ അടിയന്തരമായി നാട്ടിലേക്ക് എത്തിക്കാനും പോലീസ് നടപടി ആരംഭിച്ചു. നമ്മുടെ നാട്ടിലെമ്പാടും കണ്ടുവരുന്ന ഇപ്പോൾ ഈ അടുത്തിടെയായി ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവങ്ങളാണ് ഇത്തരത്തിൽ ആത്മഹത്യകൾ, ഗാർഹിക പീഡനങ്ങൾ. എന്തുകൊണ്ട് വീട്ടകങ്ങളിൽ സ്ത്രീകൾ ഇത്തരം കാര്യങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകുന്നു, പുറത്താരും അറിയുന്നില്ല, മാതാപിതാക്കൾക്ക് ഇടപെടാനാകുന്നില്ലേ തുടങ്ങിയ ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത്. എത്രയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ വരുന്നത് നമ്മളെ വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടപ്പെട്ടവരോട് ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയുന്നില്ല, സ്വയം തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല, ആ തീരുമാനമെടുക്കാനുള്ള പ്രാപ്തിയിലേക്ക് കുടുംബത്തിന് എന്തുകൊണ്ട് എത്തിക്കാൻ കഴിയുന്നില്ല തുടങ്ങി നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. ഇതിന്റെ വിശദവിവരങ്ങളുമായി കണ്ണൻ നായർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കണ്ണൻ, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ? ഇനി എന്തായിരിക്കും തുടർ നടപടികൾ? ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടി ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് 8-അംഗ അന്വേഷണ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. തെക്കുംഭാഗം SHOയാണ് ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. ആ സ്റ്റേഷനിലെയും കരുനാഗപ്പള്ളി സ്റ്റേഷനിലെയും ഉൾപ്പെടെ 8 ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്. കരുനാഗപ്പള്ളി ACP അഞ്ജലി ഭാവന ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതികൾ വിലയിരുത്തുന്നുണ്ട്. എല്ലാ ദിവസവും ഇവരുടെ ഈ അന്വേഷണത്തിന്റെ പുരോഗതി ACPക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോൾ ഉത്തരവിൽ പറയുന്നത്. അതിൽ പറയുന്നത് പ്രധാനമായും ഈ മൊബൈൽ ഫോൺ, അതുല്യയുടെ മൊബൈൽ ഫോൺ കണ്ടെടുക്കുക, അതിൽ അവർ നേരിട്ട പീഡനങ്ങളുടെ വീഡിയോ ചിത്രീകരിച്ചത് ആ മൊബൈൽ ഫോണിലാണ്. ആ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കണം. രണ്ടാമത് ഈ പ്രതിയെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. അതിന്റെ ഭാഗമായി അയാളെ കൊണ്ടുവരുന്നതിന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കണമെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള നിർദ്ദേശം. ഒപ്പം തന്നെ ഈ സഹോദരി വിദേശത്താണ്. സഹോദരിയോടാണ് കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ അവരുടെ ഫോണിലേക്കാണ് വീഡിയോ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തിട്ടുള്ളത്. അവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തണം. അമ്മയുടെ മൊഴി കഴിഞ്ഞ ദിവസം തെക്കുംഭാഗം SIയുടെ നേതൃത്വത്തിലുള്ള സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഇനി വിശദമായി അമ്മയുടെ മൊഴി കൂടി രേഖപ്പെടുത്താനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി ഈ പ്രതിയെ നാട്ടിലെത്തിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിനുള്ള മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. തുടക്കം മുതൽ തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വിവാഹത്തിന് മുമ്പ് തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 17-ാമത്തെ വയസ്സിലാണ് അതുല്യയുടെ വിവാഹ നിശ്ചയം നടക്കുന്നത്. അതിനുശേഷം 19-ാമത്തെ വയസ്സിൽ ഏതാണ്ട് 1.5 വർഷം നിന്ന ശേഷമാണ് ഇത്തരത്തിൽ വിവാഹത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ആ സമയത്തൊക്കെ തന്നെ ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഈ അതുല്യയുടെ അമ്മയ്ക്ക് വിവാഹത്തിന് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ നമ്മുടെ SPT ചർച്ചയിൽ, സൂപ്പർ പ്രൈം ടീം ചർച്ചയിൽ അച്ഛൻ ഗസ്റ്റായി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വ്യക്തിയുടെ, ഈ സതീശിൻ്റെ അമ്മ വീട്ടിലെത്തി മകളെ വിവാഹം കഴിച്ച് നൽകണം, അവന് വലിയ ഇഷ്ടമാണ് ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് നൽകണം. അപ്പോൾ അതുല്യയുടെ കുടുംബം അതിന് തയ്യാറായില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് സതീശിൻ്റെ അമ്മ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവാഹം നടന്നതെന്നാണ് അച്ഛൻ പറയുന്നത്. ഇന്നലെ അച്ഛൻ ആ കാര്യം മാതൃഭൂമി ന്യൂസിനോട് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തുടക്കം മുതൽ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. പിന്നീട് പല കുറി ഈ കേസും വഴക്കുമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ പോയതാണ്. കോടതിയിൽ 2 തവണ കൗൺസിലിംഗ് നടത്തി. 2ാമത്തെ കൗൺസിലിംഗിന് ശേഷം ഈ വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സതീഷ് വീട്ടിലേക്ക് എത്തുകയും കരഞ്ഞ് കാലുപിടിക്കുകയും ചെയ്തു. അതിൽ അതുല്യയുടെ മനസ്സരിഞ്ഞു. പക്ഷേ രക്ഷിതാക്കൾക്ക് പോകുന്നതിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതുല്യ മുൻകൈ എടുത്താണ് മുന്നോട്ട് പോയതെന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത്. ഈ വിദേശത്തേക്ക് പോയ സമയത്തും ആദ്യ 3 മാസങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഇയാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ മദ്യത്തിൻ്റെ ലയിച്ചു കഴിയുമ്പോഴേക്കും മനുഷ്യനല്ലാതായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു പതിവും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ ശ്രമിച്ചതാണ്. കഴിഞ്ഞ 1 വർഷം മുമ്പ് ഈ വിദേശത്ത് പോയ സമയത്ത് അവിടെ വെച്ച് പ്രശ്നങ്ങളുണ്ടായി. കൊടിയ മർദ്ദനമേറ്റും. ആ സമയത്ത് അച്ഛൻ വിദേശത്തുണ്ടായിരുന്നു. അച്ഛൻ ആ ഫ്ലാറ്റിലേക്ക് എത്തി സഹോദരിയുടെ ഫ്ലാറ്റിലേക്ക് അതുല്യയെ മാറ്റുകയും ചെയ്തിരുന്നു. അന്നും വിവാഹബന്ധം ഏർപ്പെടുത്താം എന്ന് വിചാരിച്ചതാണ്, ചർച്ച ചെയ്തതാണ്. പക്ഷേ അവരുടെ മുന്നിൽ, അതുല്യക്ക് മുന്നിൽ ഉണ്ടായിരുന്ന ഒരു വിലങ്ങുതടിയ, അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ ഒരു സ്നേഹത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ആത്മഹത്യയാണ് എന്നുള്ള പൂർണ്ണമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെയാണ് തെക്കുംഭാഗം പോലീസ് കൊലപാതകത്തിന് കേസെടുത്തിട്ടുള്ളത്. കേസിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. ഇതിൽ ബന്ധു പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാരണവശാലും അവർ ആത്മഹത്യ ചെയ്യില്ല. കാര്യം കുഞ്ഞിനോട് അടുത്ത സ്നേഹമായിരുന്നു. കുഞ്ഞിനെ എങ്ങനെയെങ്കിലും വളർത്തണം. 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അതിനെ എങ്ങനെയെങ്കിലും വളർത്തി നല്ലൊരു നിലയിലെത്തിക്കണം.
താൻ എന്ത് സഹിച്ചാലും ആ മകളെ നല്ല നിലയിൽ എത്തിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളമുള്ള വലിയ കൊടിയ പീഡനങ്ങളൊക്കെ തന്നെ ആ 30-ാമത്തെ വയസ്സിൽ 19-ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞാണ്. അതിനുശേഷം ഏതാണ്ട് 11 വർഷത്തോളം ആ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി. തുടക്കം മുതൽ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുന്ന സമയം മുതൽ തന്നെ ഈ വിവാഹ ബന്ധവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ രീതിയിൽ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ അവർ സഹിച്ചിരുന്നു. അതിനുശേഷം അത് സഹിക്കുക എന്ന് വെച്ചാൽ ആ ഒരു വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു കാരണവശാലും അങ്ങനെ വിവാഹബന്ധം വേർപെടുത്തി പോകരുത് എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കാം. പക്ഷേ അതിനുശേഷം കുഞ്ഞുണ്ടായ ശേഷമാണ് എത്ര മർദ്ദനം ഏറ്റാലും ആ കുഞ്ഞിന് വേണ്ടി ജീവിക്കുക. പലപ്പോഴും അമ്മയോട് വിളിച്ചു പറയാറുണ്ടായിരുന്നു. ആകെ 10,000 രൂപയാണ്. ഇയാൾക്ക് നല്ല ജോലിയുണ്ട്, സിവിൽ എഞ്ചിനീയറാണ്. പക്ഷേ ശമ്പളമൊക്കെ ഉണ്ടെങ്കിലും 10,000 രൂപയാണ് ആകെ ഒരു കുഞ്ഞിലെയും വീട്ടിലെയും ചിലവിന് വേണ്ടി അയക്കുന്നത്. എങ്ങനെ 10,000 രൂപയ്ക്ക് ഈ നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഒരു കുഞ്ഞ് ഒരു സ്വകാര്യ സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടുത്തെ ഫീസ് അടക്കമുള്ള വലിയ ഭീമമായ തുകയുണ്ട്. അതൊക്കെ ആ പൈസയ്ക്കുള്ളിൽ വഹിച്ച് ആ കുഞ്ഞിനെ നന്നായിട്ട് വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പോയിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ആ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അവർ അത്രയും ബോൾഡായിട്ട് നിന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ബന്ധുക്കൾ പറയുന്നതനുസരിച്ച്, രക്ഷിതാക്കളുടെ ആരോപണങ്ങളനുസരിച്ച് നിലവിൽ അതൊരു കൊലപാതകമാണ് എന്നുള്ളതാണ് സംശയം. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷിക്കുന്നത്. പല ആൾക്കാരും പറയാറുണ്ട്, വലിയ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന, ഒരു കാരണവശാലും ഒരു പ്രശ്നത്തിൽ നിന്നും ഒളിച്ചോടരുത് എന്ന് പറയുന്ന ഒരാളായിരുന്നു അതിലെന്ന് ഈ ബന്ധുക്കളൊക്കെ തന്നെ പറയുന്നു, സുഹൃത്തുക്കൾ പറയുന്നു. ഒരു സുഹൃത്തിനോട് ഞാൻ ഇന്നലെ വളരെയേറെ നേരം സംസാരിച്ചാണ്. അവരൊക്കെ 1-ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച സുഹൃത്താണ്. അവരൊക്കെ തന്നെ ഈ അതുല്യയുടെ സ്വഭാവത്തെക്കുറിച്ചും അതുല്യ എങ്ങനെയായിരുന്ന ഒരു വിഷയങ്ങളെ എല്ലാവർക്കും ഒരു പ്രചോദനമായിരുന്നയാൾ പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് പോകുന്നു എന്നത് ഇവർക്കാർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കൊലപാതകമാണോ എന്ന സംശയമാണ് ഇവരെല്ലാവരും പറയുന്നത്. അതിൽ വിശദമായ അന്വേഷണം വേണമെന്നും പറയുന്നു.